എന്ന കഥാപാത്രം വളരെയധികം ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന തെറ്റുകാരായ മാതാപിതാക്കളെ പോലും തിരുത്തുന്ന ഒരു കഥാപാത്രമായിരുന്നു. അന്നത്തെ കാലത്ത് അങ്ങനത്തെയൊക്കെ ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? കുട്ടി, ഞാൻ സത്യം പറയാം, എനിക്കൊന്ന് 15-16 വയസ്സ് കഷ്ടിച്ചായിട്ടേ ഉള്ളൂ. തമ്പികളെന്ന് പറയുന്നത് സിനിമ എന്ന് കേൾക്കുമ്പോൾ ശ്രീകുമാരൻ തമ്പികൾ മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിലെപ്പോഴും. കാരണം കുഞ്ഞിലെ കേട്ടതിൽ സിനിമയിലെ എല്ലാം ഓൾ ഇൻ ഓൾ എന്ന് പറയുന്ന ഒരാളായിട്ട് എൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ സ്ഥാനമുള്ള ആളാണ് ശ്രീകുമാരൻ തമ്പികൾ. അവ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാട്ടെഴുതുന്നതാവട്ടെ, പ്രൊഡ്യൂസ് ചെയ്യുന്നതാവട്ടെ, ഡയറക്റ്റ് ചെയ്യുന്നതാവട്ടെ, ഞങ്ങളുടെ വീട്ടിലെ എന്ത് കാര്യമാവട്ടെ തമ്പികളും രാജീവാൻ്റെയും കുടുംബമാണ് ഞാൻ ആദ്യം നിൽക്കുന്നത്. അങ്കിളുടെ വീട്ടിൽ ഞാനും ഞങ്ങളുടെ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തമ്പികളുടെ ഒരു സിനിമ അഭിനയിക്കുന്നു എന്നല്ലാതെ അതിനെപ്പറ്റി ഒരുപാട് ഗൗരവമായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങളുടെ പടത്തെ ആദ്യമായിട്ട് അഭിനയിക്കുന്നു. കലച്ചേച്ചി അതിലൊരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടനും ഒക്കെ എല്ലാവരും നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവരും വേണ്ടപ്പെട്ടവരും എന്നുള്ളത്. പക്ഷേ ഗൗരവമുള്ള റോളിന് വേണ്ടി ഞാൻ ഇല്ലാത്ത ഗൗരവം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് കുറേയൊക്കെ. എൻ്റെ ആങ്ങളെയാണ് അതിൽ. നല്ല പാട്ടല്ലേ ലാലേട്ടനകത്ത് ഇന്നും എൻ്റെ കണ്ണുനീരിൽ. അത് എൻ്റെ മൂത്ത ആങ്ങളെ കമലാണ് ആ റോൾ അഭിനയിച്ചിരിക്കുന്നത്. അതിനൊരു മഹാഭാഗ്യമാണ് ആ പാട്ട് അഭിനയിക്കാൻ കിട്ടിയ അവസരം, അങ്കിളിൻ്റെ ഒരു പാട്ട്.